മിക്സർ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ആദ്യമായി കടലമാവ് എടുക്കുക. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യമായ മുളക് പൊടി, ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടാനുസരണം മുളക് പൊടി ചേർക്കാം, നമ്മളെ എരിവിനനുസരിച്ചിട്ട്. കളറിന് വേണ്ടിയിട്ട് കളറുള്ള മുളക് പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കായപ്പൊടി 1 ടീസ്പൂണ് ചേർക്കാം. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി ജോയിൻ്റ് ചെയ്യണം. അതിലേക്ക് വെള്ളം ചേർത്ത് നന്നായി കുഴച്ച് വെക്കണം. കുറച്ച് നേരം കുഴച്ച് അങ്ങനെ വെക്കണം. ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് അതിലേക്ക് നമ്മൾക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ, അത് നന്നായി ചൂടായി വരുന്നത് വരെ നമ്മൾ ചെറിയ ചൂടിൽ, അത്യാവശ്യം ചൂട് വേണം, ചെറിയ ചൂട് പോരാ, ചട്ടി അങ്ങനെ വെച്ച് അതിലേക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലിട്ടിട്ടുള്ള കടലമാവ് നമ്മൾ ചേർത്ത് വെച്ച കൂട്ട് അതിലേക്ക് നല്ല തിളക്കണം, നല്ല ചൂടായി വരണം. അതിലേക്ക് ഇതേ രൂപത്തിൽ ചെയ്യണം. നല്ലവണ്ണം മൂത്ത് വന്ന് പാകത്തിനായാൽ കോരിയെടുത്ത് ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കാം. നമുക്ക് എല്ലാവർക്കും അത് ഉപയോഗിച്ച് നോക്കാമല്ലോ, എങ്ങനെയാണ് അതിൻ്റെ ടേസ്റ്റ് എന്നുള്ളത്. നല്ല ഭക്ഷണം നമുക്ക് കഴിക്കാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ ചായക്കോ കടിക്കായിട്ട് മിച്ചറും കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും കഴിക്കാം. നമ്മൾ ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല വിശ്വാസമുള്ളതായിട്ടുള്ള മിച്ചർ നമുക്ക് കഴിക്കാമല്ലോ. നല്ല A4 ഷീറ്റിലേക്ക് നമ്മളിത് എണ്ണ ഇതിൽ നിന്ന് കുറഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് നമ്മൾ പൊട്ടുകടല, ചെറുതായി മൂക്കുന്നത് വരെ അതിലിട്ട് വെക്കണം. കോരിയെടുത്ത് മിക്സറിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ കടല വറുത്തെടുക്കണം. കടൽ ശരിക്കും ആയിട്ടുണ്ടോയെന്ന് അറിയാൻ ഒരു മണി എടുത്തിട്ട് അത് ഒന്ന് കൈൻ്റെ വിരലുകൊണ്ടൊന്ന് ഞുരണ്ടി നോക്കിയാൽ മതി. അപ്പോൾ
അതിന് തോല് പോകുന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുണ്ടാവും, വറവായിട്ടുണ്ടാവും. അത് മിക്സറിലേക്ക് നേരെ നമ്മൾ വറവായതിൻ്റെ ശേഷം മിക്സറിലേക്ക് ഇടണം. ചുവന്ന വറ്റൽമുളക് ചേർക്കണം. കൂടുതൽ കരിയുന്നതിന് മുമ്പ് തന്നെ അത് എടുക്കണം. വെളുത്തുള്ളി ചതച്ചിട്ട് അത് ചേർത്തിടണം. അത് നന്നായി ചുവന്ന് വരുന്നത് വരെ വന്നതിന് ശേഷം അത് കോരി മിക്സറിലേക്ക് ഇട്ട് കൊടുക്കണം. കരിവേപ്പില ഇടണം. അത് കോരി എടുത്ത് മിക്സറിലേക്ക് ചേർക്കണം. ഇതെല്ലാം കൂടി നന്നായിട്ട് ജോയിൻ ചെയ്യണം. ഇതാണ് നമ്മൾ അടിപൊളി മിക്സർ, നാടൻ രുചിയുള്ള അടിപൊളി മിക്സർ.